പണിമുടക്ക് സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാർക്ക് KSRTCയുടെ ഒരു പണി. ജീവനക്കാരുടെ ഫെബ്രുവരി മാസ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്ന നിർദ്ദേശം. റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുത് എന്നാണ് ഉത്തരവ്. ഡയസ് എൻട്രി വരുന്ന ജീവനക്കാരുടെ ബില്ലുകൾ പ്രത്യേകമായി പ്രോസസ്സ് ചെയ്യാനാണ് ഇപ്പോൾ നിർദ്ദേശം. AV ജയശങ്കർ ടെലിഫോണിൽ. പറയൂ ജയശങ്കർ. ഈ മാസം 4-ാം തീയതിയാണ് TDFന്റെ നേതൃത്വത്തിൽ വലിയൊരു സമരം KSRTCയിൽ നടത്തിയത്. ശമ്പളം ഉൾപ്പെടെ കൃത്യമായി ലഭിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഈ സമരത്തിനെതിരെയാണ് ഒരു പരോക്ഷ നടപടിയുമായി KSRTC മാനേജ്മെന്റ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ഫെബ്രുവരി മാസത്തെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതി എന്നാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റെഗുലർ ശമ്പള ബില്ലുകളുടെ കൂടെ ഇത് എഴുതരുത്. അന്ന് സർക്കാർ ഡൈസ്നോൺ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരത്തിൽ ഡൈസ്നോൺ എൻട്രി വരുന്ന ജീവനക്കാരുടെ ബില്ലുകൾ പ്രത്യേകമായി പ്രോസസ് ചെയ്യാനും നിർദ്ദേശമുണ്ട്. അതിനുശേഷം സ്പാർക്ക് സെല്ലിൽ നിന്നും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഈ ബില്ലുകൾ അപ്രൂവ് ചെയ്താൽ മതി എന്നാണ് നിലവിൽ KSRTC ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പറയുന്നത്. മനഃപൂർവ്വം ജീവനക്കാരെ ദ്രോഹിക്കാൻ, ശമ്പളം മുടക്കാൻ ഉള്ള ഒരു നീക്കമായിട്ടാണ് ഇതിനെ TDF കാണുന്നത്. ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. എന്തായാലും KSRTCയിലെ ജീവനക്കാർ ശമ്പളമൊന്നും ലഭിക്കാതെ വലിയ പ്രതിസന്ധി നേരിടുമ്പോഴാണ് അവകാശ പോരാട്ടങ്ങൾ നടത്തിയ ആളുകൾക്കെതിരെ KSRTC എന്തായാലും നടപടി എടുക്കാൻ ഒരുങ്ങുന്നത്. കേരളത്തിൽ ഒരു തൊഴിലാളി സർക്കാർ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ തൊഴിലാളി സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ തൊഴിലാളി സമരം നടത്തിയതിന് പേരിൽ, സമരത്തിന്റെ ഭാഗമായതിന്റെ പേരിൽ ഒരു ഒറ്റം ജീവനക്കാർക്കെതിരെ ഒരു പരോക്ഷ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഒരു പരോക്ഷ നടപടിക്ക് KSRTC ഒരുങ്ങുന്നത്. ഓക്കെ, താങ്ക് യു. AV ജയശങ്കറാണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്.